മലയാളി സംബന്ധിച്ചിടത്തോളം അങ്ങനെ തൊഴിലെടുക്കുവാനുള്ള കായികമായ തൊഴിലൊന്നും എടുക്കുവാനുള്ള ഒരു ആംബിയൻസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചറല്ല നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് 35 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്, വന്നു പോകുന്നുണ്ട്. അതിലെല്ലാവരും ക്രിമിനലുകളാണെന്നോ അല്ലെങ്കിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവരാണെന്നോ ഒരു അഭിപ്രായവും നമുക്കില്ല. പക്ഷേ ഇതിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ഗ്രാമത്തിലെ വീട്ടിൽ അല്ലെങ്കിൽ നഗരത്തിലെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ മക്കളെ, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ നിർത്തിയിട്ട് അച്ഛനും അമ്മയ്ക്കും ഓഫീസിലോ ജോലിക്കോ പുറത്ത് പോകാൻ കഴിയുകയോ ചെയ്യാത്ത ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അതാണോ കേരള മാതൃകയുടെ രണ്ടാം പുറം, നവകേരളത്തിൻ്റെ രണ്ടാം പുറം ഇതാണോ? 14 വയസ്സുകാരിയെ തിരുവല്ലയിലാണ് ആക്രമിച്ചതെങ്കിൽ വാളയാർ കേസും സൗമ്യ കേസും ട്രെയിനിൽ നിന്ന് ചാടിച്ച കേസും എത്രയെത്ര കേസുകളാണ്. പെരുമ്പാവൂർ ജിഷയുടെ കേസുമൊക്കെ നമ്മൾ പറഞ്ഞു. എത്ര കേസുകളാണ്, എത്ര പെൺകുട്ടികളാണ് ഇങ്ങനെ ഈ കാമഭ്രാന്തന്മാരുടെ അല്ലെങ്കിൽ കാമത്തിൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവരുടെ മുന്നിലേക്ക് വീണു പോകുന്നത് എത്ര പെൺകുട്ടികളാണ്. എന്താണ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുക? തൊഴിൽ വകുപ്പാണ് ഇതിനകത്ത് ഗൗരവമായി ഇടപെടേണ്ടത്. പിന്നൊന്ന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമാണ്. ഒരു പഞ്ചായത്തിൽ ആരെങ്കിലുമൊക്കെ വന്ന് വിദേശത്തു നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് താമസിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകണം.